കോഴിക്കോട്ട ഉണ്ടാക്കുന്ന വിധമാണെന്ന് പറയാൻ പോകുന്നത്. കോഴിക്കോട്ട ഉണ്ടാക്കേണ്ട ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. ഇത് അരിപ്പൊടിയാണ്. ഇത് പുട്ടിന് നമ്മൾ എങ്ങനെയാണ് അരിപ്പൊടി എടുക്കുന്നത് അതേപോലെ വറുത്ത അരിപ്പൊടിയാണ്. പുട്ടിൻ്റെ ടെക്സ്ചറാണ് ഇതിനൊരു തരിപ്പുള്ള തരി പോലെ ഇരിക്കുന്ന ഇതാണ്, തീരെ മിനുസമുള്ളതല്ല. അതിന് വേണ്ടിയിട്ട് ഇനി നമ്മൾ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അരിപ്പൊടി നമ്മൾ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. തേങ്ങ 1 കപ്പ്, ശർക്കര, ഏലക്കായ പൊടിച്ചതാണ്, കുറച്ച് നെയ്യ് അല്ലെങ്കിൽ ഡാൽഡ. ഞാനിവിടെ കുറച്ച് ഡാൽഡയാണ് എടുത്തിരിക്കുന്നത്. നെയ്യ് എടുക്കുന്നതാണ് ഇതിനുള്ള നല്ലത്. വെള്ളം, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയാണ് ഇതിന് ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മളിത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. നമ്മൾ ആദ്യം തന്നെ വെള്ളം തിളപ്പിക്കാൻ വെക്കാം. വെള്ളം തിളച്ചിട്ട് വേണം നമ്മൾ അരിപ്പൊടിനകത്ത് ഇട്ട് കൊടുക്കാൻ. വെള്ളം തിളക്കട്ടെ. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചു. ഇനി ആ വെള്ളം കുറച്ച് എടുത്ത് ഒരു കപ്പിലേക്ക് ഒഴിച്ച് കുറച്ച് മാറ്റി വെച്ചിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. വെള്ളത്തിലേക്കാണ് നമ്മൾ ഉപ്പിടുന്നത്. ഒരു സ്വല്പം ഉപ്പിട്ട് കൊടുത്താൽ മതി, കാരണം ഉള്ളിലിടുന്ന ശർക്കരയ്ക്കൊക്കെ നല്ല ഉപ്പുണ്ടാവും. അപ്പോൾ കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഈ അരിപ്പൊടി കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചൂടുവെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പാകത്തിന് വെള്ളം നന്നായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എന്തോരം വെള്ളം ഇനി ആവശ്യം വരുമെന്ന്. കുറച്ച് ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കാവൂ, കാരണം നമ്മളിത് കുഴച്ച് വയ്ക്കുമ്പോൾ ചപ്പാത്തി മാവിൻ്റെ ഒരു രൂപത്തിലായിരിക്കണം. ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെയാണ് കുഴക്കുന്നത്. ഒരുപാട് വെള്ളം കൂടിപ്പോകാനും പാടില്ല. അത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ആദ്യം വെള്ളം കുറച്ച് മാറ്റി വയ്ക്കണേ. ഇനിയിപ്പോൾ ഏകദേശം വെള്ളം മതിയെന്ന് തോന്നണം. നമ്മൾ ഇതെടുത്ത് ഒന്ന് തണുക്കാനായിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഈ ഒരു ചട്ടി എടുത്തിട്ട് നമ്മൾ അരിപ്പൊടി തണുക്കാനായിട്ട് വെച്ചു. നമ്മൾ വേറൊരു ചട്ടി എടുത്തിട്ട് ശർക്കര ഉരുക്കണം. ശർക്കര ഉരുക്കാനായിട്ട് ശർക്കര എടുത്ത് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിങ്ങനെ ഇവിടുന്ന് തിളയ്ക്കുമ്പോൾ ശർക്കര ഉരുകി വരും. അത് നമ്മൾ അരിച്ചെടുക്കണം. ഞാൻ തിളക്കട്ടെ. നമ്മുടെ ശർക്കര നന്നായിട്ട് വെള്ളത്തിൽ യോജിച്ചിട്ടുണ്ട്. അത് ശർക്കര ഉരുകി. ഇനി അത് നമ്മൾ അരിച്ചെടുക്കണം. ശർക്കര അരിച്ചെടുക്കാനായിട്ട് ഒരു ശർക്കര അരിച്ചെടുത്തു. അരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ ഈ സ്റ്റീലിൻ്റെ അരിപ്പ കൊണ്ട് ചൂടുള്ള ഇതായതുകൊണ്ട് നമ്മൾ
സ്റ്റീലിൻ്റെ അരിപ്പ കൊണ്ടാണ് അത് അരിക്കാവൂ. നേരെ ചൂടുള്ളത് പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പയിൽ അരിച്ച് കഴിഞ്ഞാൽ അത് ഉരുകി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് അരിച്ചെടുക്കണം. അതേ ചട്ടിയിൽ തന്നെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ചട്ടി നന്നായിട്ട് കഴുകിയെടുക്കണം. കാരണം ഈ ശർക്കരയുടെ മൺതരികൾ അടിയിൽ പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്, ശർക്കരയുടെ മൺതരികൾ. അതുകൊണ്ട് അത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഈ ശർക്കര നീര് വീണ്ടും ഇതിനകത്തോട്ട് തന്നെ ഒഴിക്കുകയാണ്. ശർക്കരയിലേക്ക് നമ്മൾ ഈ തേങ്ങ ഇട്ട് കൊടുക്കും. തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സ്വല്പം നെയ്യ് അല്ലെങ്കിൽ ഡാൽഡ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് സ്വല്പം ഇട്ട് കൊടുക്കാം. ഇതിരുന്ന് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വരണം. ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിരുന്ന് താനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് വിളഞ്ഞു വരണം. നമ്മുടെ ഈ അരിമാവ് ഞാൻ നനച്ച് വെച്ചിരുന്നത് ഈ പാത്രത്തിൽ ഇട്ട് യോജിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത് ഈ പാത്രത്തിലേക്ക് മാറ്റി. ഇനി അത് നന്നായിട്ട് കുഴയ്ക്കണം. കുഴയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് ഒരുവിധം ചൂടാറിയിട്ടുണ്ട്, ലേശം ചൂടുണ്ട്. നന്നായിട്ട് കുഴയ്ക്കണം. ചപ്പാത്തിക്ക് കുഴക്കണ പോലെ തന്നെ നന്നായിട്ട് കുഴച്ച് വയ്ക്കണം. ഇത് കുഴയ്ക്കുമ്പോൾ നമുക്ക് കയ്യിലേക്ക് സ്വല്പം കയ്യിൽ സ്വല്പം എണ്ണ കൊടുത്തിട്ട് കുഴയ്ക്കുകയാണെങ്കിൽ, ഇപ്പോൾ കയ്യിൽ എണ്ണയുണ്ട്, നമ്മുടെ കൈ ഒട്ടിപ്പിടിക്കില്ല, അല്ലെങ്കിൽ കൈ ഒട്ടിപ്പിടിക്കും. ഇപ്പോൾ കൈ ഒട്ടിപ്പിടിക്കണില്ല, ഉണ്ടോ? അരിമാവ് കുറച്ച് കൂടുതൽ കുറച്ചെടുത്താലും അത് ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ എടുത്തു വരുമ്പോഴേക്കും അതിൻ്റെ ഇരട്ടിയായിട്ട് വരും കുറച്ചെടുത്താലും. അതുകൊണ്ട് ഒരു കപ്പ് അരിമാവ് എടുത്താലും 4 പേർക്ക് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഇതൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ 2 കപ്പ് 1.5 കപ്പോളം എടുത്തിട്ടുണ്ടായിരുന്നു. 1.5 കപ്പോളം എടുത്തപ്പോൾ തന്നെ ഇത്ര ആയിട്ടുണ്ട്. നന്നായിട്ട് കുഴയ്ക്കണം. ഇവിടെ വെള്ളം വറ്റാറായിട്ടുണ്ട്. വെള്ളം വറ്റിയിട്ടില്ല. അപ്പോഴേക്കും നമ്മൾ ഈ കുറച്ച് ഏലക്കായ പൊടിച്ച് വെച്ചത് ഇട്ട് കൊടുത്തു. നന്നായിട്ട് വെള്ളം വറ്റണം. ഇവിടെ നിന്ന് വെള്ളം വറ്റട്ടെ. അപ്പോഴേക്കും നമുക്ക് ഉണ്ട ഉണ്ടാക്കാം. നമ്മൾ കൈമ സ്വല്പം എണ്ണ പുരട്ടിയിട്ട് ഈ
ഉണ്ട ഉണ്ടാക്കണം. കുറച്ച് ഇടിച്ച് ഉണ്ട എടുത്ത് വയ്ക്കാം. ഉണ്ടകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പരത്തിയിട്ട് അതിനകത്തേക്ക് തേങ്ങാ മിശ്രിതം വെക്കുകയാണ് ചെയ്യണത്. നമ്മുടെ തേങ്ങ ഏലക്കായൊക്കെ ഇട്ടിട്ട് നല്ലൊരു മണം വരുന്നുണ്ട്. നമ്മൾ ഇതിന് ശരിയാക്കി അതിൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കാം. നമ്മുടെ എല്ലാം റെഡിയായി. ഈ തേങ്ങാക്കൂട്ടും ചെറുതായിട്ട് തണുത്തിട്ടൊക്കെ ഉണ്ട്. ഒരുപാട് തണുത്തിട്ടില്ല, എന്നാലും ചെറുതായിട്ട് ഇത് തണുത്തിട്ടുണ്ട്. ഇനി ഇത് കോഴിക്കോട്ട ഉണ്ടാക്കാനായിട്ട് ഇത് പരത്തേണ്ട വിധമാണ്. ഇതിങ്ങനെ തന്നെ എല്ലാ സൈഡിലേക്കും ഒരുപോലെ ഒരേപോലെ കട്ടിയിൽ പരന്നു വരണം. അപ്പോൾ അടിയിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പരത്തി ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് ഒരേ കട്ടിയിലായിരിക്കണം. ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൂട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. അത് ഇഡലിച്ചെമ്പിൻ അപ്പച്ചെമ്പിൻ്റെ നമുക്ക് ഇത് പുഴുങ്ങിയെടുക്കാനുള്ള പാത്രത്തിലേക്ക് ഞാൻ മാറ്റണം. അതേപോലെ ഓരോന്നായിട്ട് ഇത് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കോഴിക്കോട്ട റെഡിയായി ഉണ്ടാക്കി. ഇനി അത് നമ്മളൊരു അപ്പച്ചെമ്പിലേക്ക് വെള്ളം വെച്ചിട്ട് ഇത് വെച്ച് കൊടുക്കാം. നമ്മളത് വെച്ച് കൊടുത്തു. ഇനി അതൊരു 30 മിനിറ്റോളം മൂടി വേവിക്കണം. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതെടുത്ത് സെർവ് ചെയ്യാം.